Hi dear students, welcome to the second module, current electricity. So in this session we will discuss the drift velocity of electric charges, electrical resistance, electrical resistivity, temperature coefficient of resistance, and superconductivity. So as the first module, the electrostatics that deal with the electrons at rest. അഥവാ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ് സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാതെ റെസ്റ്റിൽ നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രോൺസ് റെസ്റ്റിലായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. Now let's consider a metal. Metals അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു മെറ്റൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ ദേ ആർ ഫ്രീ ടു മൂവ്. പക്ഷെ അതിൻ്റെ മോഷൻ, ഇലക്ട്രോണിൻ്റെ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റാൻഡം മോഷൻ ആയതുകൊണ്ട് തന്നെ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ കുറേ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ അത് ബാക്കോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൻ്റെ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ വിൽ ബി 0. Now if we place this metal in electric field, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെ ഇടയിൽ നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെറ്റലിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് തുടങ്ങും. ഇപ്പം നമ്മളൊരു മെറ്റലിൽ ഫോർ എക്സാമ്പിൾ ഒരു കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ഇരുമ്പ്, അതിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് തുടങ്ങും. വെറുതെ നമ്മൾ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാവില്ല. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോണിൻ്റെ ഫ്ലോ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഡേർഡ് മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. നൗ കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ് കറണ്ട് I = Q/T, where Q is the number of charges passing through unit area for a time T. ഒരു ടി എന്നുള്ള ടൈമിൽ ഒരു ഏരിയ ക്രോസ് ചെയ്ത് പോകുന്ന നമ്പർ ഓഫ് ചാർജസ് Q ആണെന്നുണ്ടെങ്കിൽ then we can define current I = Q/T. Now if current varies with time, അതുപോലെ നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് വളരെ ചാർജ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് വളരെ ഇൻഫിനിറ്റ്ലി വെരി സ്മോൾ ടൈമോ അല്ലെങ്കിൽ ചാർജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് കറണ്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും I = dQ/dt എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. Now SI unit of the electric current is ampere and generally we represent by letter A. ആൻഡ് ഓൾസോ വേറൊരു ടേമാണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കറണ്ട് ത്രൂ യൂണിറ്റ് സർഫസ് ഏരിയ. ഇപ്പോൾ DI/ds ആണ് കറണ്ട് ഡെൻസിറ്റി J എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് എ കറണ്ട് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. Now let's come to the topic drift velocity of charges. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അവരുടെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്, അവരുടെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കും. പക്ഷെ ആ റാൻഡം മൂവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈ വെലോസിറ്റി ആയിരിക്കും. 10⁶ m/s, അഥവാ 1000 കിലോമീറ്റർ, ഒരു സെക്കൻഡിൽ 1000 കിലോമീറ്റർ സ്പീഡിലാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് വിൽ ബി 0. അതിൻ്റെ അർത്ഥം 1000 km/s മൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് അത്ര തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു നെറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. Now if you apply the electric field,
നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതോട് കൂടി അവർ ഈ ഇലക്ട്രോൺസ് ഒരു ഓർഡേർഡ് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ ഇലക്ട്രോൺസ്, പോസിറ്റീവ് ടെർമിനൽ ഏത് ഭാഗത്താണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് ഇലക്ട്രോൺസ് എല്ലാം ആക്സലറേറ്റ് ചെയ്യും. So even though these electrons move towards the positive terminal, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് അത് പോകും. എന്നാലും ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് അവിടെയും ഇവിടെയൊക്കെ തട്ടിമുട്ടി കൊളീഷനൊക്കെ നടന്നിട്ട് അവരുടെ സ്പീഡ് വീണ്ടും കുറയും. എന്നിട്ട് സീറോയിലേക്ക് എത്തും. വീണ്ടും അവർ പോസിറ്റീവ് ടെർമിനലിനെ ലക്ഷ്യമാക്കി മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കൊളീഷൻ, വേറെയുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയിലൊക്കെ തട്ടിയിട്ട് വീണ്ടും അവരുടെ സ്പീഡ് കുറയും. പക്ഷെ ഈ ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഇടയിൽ അതിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന ആവറേജ് സ്പീഡ്, അതിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ കൊളീഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങും. അങ്ങനെ അതിന് കിട്ടുന്ന ആവറേജ് സ്പീഡിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. Drift velocity is in general very small, and its approximate value is 0.1 or 1 centimeter per second. Now here is the picture that shows the drift velocity. ഇപ്പോൾ ഇലക്ട്രോൺസ് വളരെ റാൻഡം മൂവ്മെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതോട് കൂടി ഇലക്ട്രോൺസ് ഇപ്പോൾ നമ്മളുടെ ഡയഗ്രത്തിൽ കാണിച്ച പോലെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. പക്ഷേ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും, അഥവാ ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോൺസ് എപ്പോഴും അട്രാക്ട് ചെയ്യുക പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെയും ഇവിടെയും കൊളീഷൻ നടക്കുന്നുണ്ട്. ഈ കൊളീഷൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും അതിനൊരു ഓർഡേർഡ് മോഷൻ നമുക്ക് കാണാൻ പറ്റും, അഥവാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ VD എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now let's consider number of electrons per unit volume as n, small n, that's the total number of electrons per unit volume. അതുപോലെ ഈ ഒരു മെറ്റലിൻ്റെ, ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉള്ള മെറ്റലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A, and we can represent the drift velocity by VD. Now let's consider the small section. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഇലക്ട്രോൺസ് കാണിച്ചിട്ടുള്ള ആ സെക്ഷൻ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അതുപോലെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വോള്യൂം എന്ന് പറയുന്നത് A into L ആയിരിക്കും. ഏരിയ ഇൻറ്റു ലെങ്ത് വിൽ ബി ദി ടോട്ടൽ വോള്യൂം. സോ ഹിയർ ദർ ആർ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. Number of electrons per unit volume is small n. So for this volume V is equal to AL. A into L എന്നുള്ള ഈ ഒരു ബിഗ് വോള്യത്തിൽ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് N into AL ആയിരിക്കും. Number density into volume. So total number of electrons for this length L is NAL. So total charge of electron, number of electron എന്നാണെന്നുണ്ടെങ്കിൽ NAL ആണ്. അപ്പോൾ അതിനോട് കൂടി E മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. സോ ടോട്ടൽ ചാർജ് വിൽ ബി Q ഈക്വൽ ടു number of electron into charge. So NALE will be the total charge. Now here we have drift velocity. Drift velocity എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ അതിനെടുക്കുന്ന ടൈം ഉണ്ട്. ഇലക്ട്രോൺസ് ഇപ്പോൾ ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. അവർ കുറച്ച് ദൂരം, കുറച്ച് ലെങ്ത് മൂവ് ചെയ്ത ഉടനെ അവരെന്ത് ചെയ്യും, അവർ സീറോയിലേക്ക് വേറെ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള കൊളീഷൻ കൊണ്ട് അത് സ്പീഡ് കുറയും. അപ്പോൾ ഈ കുറയുന്നതിനിടക്ക് മൂവ് ചെയ്യുന്ന ടൈമാണ് ഈ T എന്ന് പറയുന്നത്. സോ ഫോർ ദാറ്റ് the drift velocity of electrons corresponding ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്ന L-ഉം ടൈം T ആണെന്നുണ്ടെങ്കിൽ we can write time T is equal to L by VD.
So in general we have relation velocity എന്ന് പറയുന്നത് length divided by time ആണ്. അഥവാ vd will be L by t. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ we will get t is equal to L by vd. Now using this we can find the current. We have expression for q and t. So current I is equal to q by t. Substituting for q and t and simplifying we will get I is equal to NAEVT. Now here we can define the current density. Current density is current per unit area, I by A. J is equal to I by A. So that will be NEVD. There is no A there. J will be J equal to NEVD. Now let's discuss electric resistance. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു മെറ്റൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഏതൊരു മെറ്റീരിയലാണെന്നുണ്ടെങ്കിലും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസിന് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന അതിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. So Ohm's law, a famous scientist Ohm's law states that the relation between the current and potential. So according to Ohm's law, current is directly proportional to potential difference. I is proportional to V, or we can say V is proportional to I, where the proportionality constant is R. So V is equal to IR, where V is the potential difference, I is the electric current, R is the proportionality constant, which we call as a resistance of conductor. So R is equal to V by I. So unit of V will be 1 volt, unit of current is 1 ampere. So 1 volt divided by 1 ampere is defined as 1 ohm. That's a SI unit of resistance will be ohm, and that's usually represented by Greek letter omega, capital omega. Now let's here introduce a term resistivity, which is the property of material. So in case of resistance of a conductor, there are two types of possibilities. If we increase the length of conductor, then resistance will increase. So we can say resistance is directly proportional to length. ഒരു കമ്പിയുടെ ലെങ്ത് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ആ കമ്പിയുടെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അഥവാ വണ്ണം കൂടുതലുള്ള വയറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, അതുപോലെ വണ്ണം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. So we have equation R proportional to L and also R is proportional to 1 by A. അപ്പോൾ ഈ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും R is proportional to L by A. Now here the proportionality constant is rho, so R is equal to rho L by A. And this proportionality constant is known as resistivity of the material. In general, it depends on nature of material and temperature, and also resistivity is the characteristics of material. For a material, resistivity will be constant. ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അറ്റ് എ ടെമ്പറേച്ചർ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ലെങ്ത് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറാം. പക്ഷേ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ വിൽ ബി അറ്റ് എ ടെമ്പറേച്ചർ ഇറ്റ്സ് വാല്യൂ വിൽ ബി കോൺസ്റ്റൻറ്റ്. Now let's define rho. If L is equal to 1 meter and area of cross section is 1 square meter, then L equal to 1 and A equal to 1, so R will be rho. So resistivity of material is numerically equal to resistance of conductor, which is of having length 1 meter and area of cross section 1 meter square. Now here unit of this resistivity is ohm meter, and also the reciprocal of resistance will be conductance,
and also reciprocal of resistivity will be conductivity, which is conductivity of a material is in general represented by sigma. Therefore sigma is equal to 1 by rho. Now let's discuss another topic, temperature coefficient of resistance. So in general, in case of metals, as temperature increases, then the resistance of material will increase. So let's take two temperatures T1 and T2, and resistance of the material at temperature T1 will be R1, and at temperature T2 the resistance is R2. Then we can write equation connecting these resistances and temperature as R2 is equal to R1 into 1 plus alpha into T2 minus T1, where this constant alpha is known as temperature coefficient of resistance. So by rearranging, we can write alpha is equal to R2 minus R1 divided by R1 into T2 minus T1. So we can represent this R2 minus R1 is change in resistance as delta R, and T2 minus T1, that's a change in temperature, as delta T. So alpha will be delta R divided by R1 into delta T. Now SI unit of this term alpha will be Kelvin inverse or degree Celsius inverse. Now here temperature coefficient is given, alpha is equal to R2 minus R1 divided by R1 into T2 minus T1. Now if R2 is greater than R1, that means as temperature increases, resistance increases. So from this equation we have R2 minus R1 will be a positive quantity since R2 is greater than R1. Similarly T2 will be greater than T1 because T2 എന്ന് പറയുന്നത് high temperature ആണ്, T1 എന്ന് പറയുന്നത് low temperature. അതുകൊണ്ട് തന്നെ T2 minus T1 പോസിറ്റീവ് ആണ്, R2 minus R1 പോസിറ്റീവ് ആണ്. Therefore alpha will be a positive quantity. So we call this as positive temperature coefficient. So in general, majority of the metal shows this positive alpha value. Now let's see, if temperature increases, resistance decreases. Therefore R2 will be less than R1. As temperature increases, resistance will decrease. So in such case, according to our equation, alpha will be a negative quantity. So in general, all semiconductor shows the negative temperature coefficient, and some metals shows there is no difference in resistance as temperature increases. So R2 minus R1 will be 0, or we can say there is no change in temperature. So in such case alpha will be 0. Now let's discuss the last topic, superconductivity. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, മെറ്റൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒരു സാധാ ഒരു നോൺ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. But for some certain metals and alloys, when temperature reaches a critical value, ഒരു പ്രത്യേക വാല്യൂ എത്തുന്നതോടുകൂടി പെട്ടെന്ന് അത് സീറോയിലേക്ക് ഫോൾ ചെയ്യും. ആൻഡ് സഡൻ ഫോൾ അല്ലെങ്കിൽ ഒരു അബ്രപ്റ്റ് ഫോൾ ഇൻ റെസിസ്റ്റിവിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഫോർ സം പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു നോൺ സൂപ്പർ കണ്ടക്റ്റീവ് സാധാരണ ഒരു മെറ്റലാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാജ്വലി അത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് ഫോൾ ചെയ്യും. ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുന്നതോടുകൂടി അതിൻ്റെ റെസിസ്റ്റിവിറ്റി പെട്ടെന്ന് സീറോയിലേക്ക് ഫോൾ ചെയ്യും. അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. So it was first discovered by Kamerlingh Onnes in 1911. He found the superconductivity of mercury at
temperature 4.12 Kelvin. 4.12 കെൽവിനിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി, മെർക്കുറിയുടെ റെസിസ്റ്റിവിറ്റി 0 ഫോളോ ചെയ്തു. നൗ എബവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതിന് എബവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ വിൽ ബി എ നോർമൽ കണ്ടക്ടർ. അഥവാ ഫോർ എക്സാമ്പിൾ നമ്മൾ മെർക്കുറിയുടെ കേസിൽ 4.12 കെൽവിൻ എന്ന് പറഞ്ഞു. 4.2 അല്ലെങ്കിൽ 5 കെൽവിനിലൊക്കെ മെർക്കുറി ഒരു സാധാ മെറ്റൽ പോലെയാണ്, ഒരു നോർമൽ കണ്ടക്ടർ പോലെയാണ് ആക്ട് ചെയ്യുക. പക്ഷേ 4.12 കെൽവിൻ്റെ താഴേക്ക് അത് പെർഫെക്റ്റ് ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. Now it's an important property of a superconductor. In case of normal conductor, if we place a normal conductor in magnetic field, or a normal conductor അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഹൈ ടെമ്പറേച്ചറിൽ അത് നോർമൽ കണ്ടക്ടർ ആയിരിക്കും. അത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യും, അതിന് പെനട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു സൂപ്പർ കണ്ടക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരിക്കലും സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. ദെർഫോർ ഇൻസൈഡ് ദി സൂപ്പർ കണ്ടക്ടർ net magnetic field will be 0 in case of superconductor. അഥവാ സൂപ്പർ കണ്ടക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെ ആയിരിക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും. ആ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഉള്ളിലൂടെ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡിന് പെനട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനാണ് മെയ്സ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. And also the behavior of the phenomena of superconductivity can be explained by BCS theory. So there are three scientists, Bartin, Cooper and Schiffer. They proposed a theory to explain the phenomena of superconductivity. And they proposed in electron pairs that causes this superconductivity. And these electron pairs are known as Cooper pair. So according to BC's theory, there is an interaction between two electrons via the lattice. That means there will be the electrons will interact through the lattices. That means there we can observe an electron lattice electron interaction in the superconductor. ഈ ഇലക്ട്രോൺ ലാറ്റിസ് ഇലക്ട്രോൺ പെയറിനാണ്, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ പെയറിനാണ് നമ്മൾ കൂപ്പർ പെയർ എന്ന് പറയുന്നത്. സോ കൂപ്പർ പെയർ എക്സിസ്റ്റ് ഓൺലി ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ മാത്രമേ ഈ കൂപ്പർ പെയർ ഉണ്ടാവുള്ളൂ. അഥവാ ഒരു നോർമൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ ആ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഒരു സൂപ്പർ കണ്ടക്ടർ ആവുന്നതോടുകൂടി ഈ രണ്ട് ഇലക്ട്രോൺസ് ഒരു ബൗണ്ടഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു കൂപ്പർ പെയർ ആയിട്ടാണ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക. So in case of superconductor, the electron repulsive force will be negligible. സാധാരണ ഒരു മെറ്റലിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസും റിപ്പൽ ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഒരു സൂപ്പർ കണ്ടക്ടറിൽ ഇലക്ട്രോൺ will be attracted through a lattice. It's all about. Thank you.